തേൻമൊഴികളുമായി കൂട്ടുകൂടിയ വാത്സല്യ തേൻമൊഴികൾ. എത്ര കേട്ടാലും മതിവരാത്ത സംഗീതത്തിന്റെ സ്നേഹം മനസ്സിലേക്ക് പകർന്ന കൊച്ചു ഗായകരുടെ ഈ മനോഹര വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. അഴകിന്റെ രാഗമധുരവുമായി വന്ന മിടുക്കൻ പാട്ടുകാരൻ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട മഹി എത്തുന്നു. വെൽക്കം മഹിപാൽ. മഹിപാലക എന്തോ വണക്കം. വണക്കം. നമസ്കാരം മഹിപാൽ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. എടാ എന്തെങ്കിലും ഒരു കുരുത്തക്കേടെങ്കിലും പറ, കേൾക്കാനൊരു ആഗ്രഹം. പുതിയ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? അതെപ്പോഴും കുരുത്തക്കേടന്നെ. നല്ലതാ മക്കളെ, അതായത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഈ കഴിവ് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലും കണ്ട് മറ്റേ ആരോ പേടിപ്പിക്കുന്ന ഒരു ദേവനന്ദ പേടിപ്പിക്കുന്ന അതിന്റെ പ്രധാന സൂത്രധാരൻ മക്കളായിരുന്നു. അതെ 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 അതെ. എന്താ ചെയ്യാ? അപ്പൊ ഇതൊക്കെയാണ് കുരുത്തക്കേട്. ആ ഇതിപ്പോ അല്ലാതെ വേറെ ആരെങ്കിലൊക്കെ പറ്റിക്കാറുണ്ടോ ഇതുപോലെ? ആ ഉണ്ട്. ആരെയൊക്കെ? അത് ദേവനന്ദൻ തന്നെ. അവളെ കൂടുതൽ പേടിക്കാൻ. അത് ശരി, പാവം. അല്ലെങ്കിൽ തന്നെ ഇവിടെ വരുമ്പോ പേടിച്ചു സംസാരിക്കണേ. ഓക്കെ, എന്തായാലും എന്ത് പാട്ടാ, ഏത് പാട്ടാ പാടുന്നേ? മഞ്ഞിൻ മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട്. ഓ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാ, ബാക്കി കാര്യങ്ങളൊക്കെ. ഗിരീഷ് പുത്തഞ്ചേരി സാറ് എഴുതി, MG രാധാകൃഷ്ണൻ സാറ് മ്യൂസിക് ചെയ്ത്, MG സാറും ചിത്രാമ്മയും പാടിയിട്ടുണ്ട്. MG സാറ് മാത്രല്ല. ഓക്കെ, വളരെ നല്ല പാട്ട്. നരസിംഹം സിനിമ. യെസ്. ഇപ്പൊ മോൻ തകർക്കണം കേട്ടോ. ഉള്ള കുരുത്തക്കേടൊക്കെ ഇപ്പൊ മറക്കാം മോനെ, ഒരു 5 മിനിറ്റ് പിന്നെ ആലോചിക്കാം നമുക്ക്. All the best, മോനെ. Thank you. മഞ്ഞിൻ മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട് വന്നുവോ നിലാപ്പൂക്കാലം, തങ്കത്തോടയിട്ട് തിങ്കൾ പൊട്ടു തൊട്ടു നിന്നുവോ മുളം കാടോരം, രാത്രിയിൽ പൊതിഞ്ഞ പൊന്നിനാ വാർമുടിച്ചുരുൾമെടഞ്ഞിടാ, മെല്ലെ മെല്ലെ ഞാൻ ഉമ്മ വെക്കവേ മെയ്യുലഞ്ഞുവോ താഴം പൂവേ. മഞ്ഞിൻ മുത്തെടുത്ത് കാതിൽ മലിട്ട് വന്നുവോ നിലാപ്പൂക്കാലം. മാനത്തെ മണൽപ്പുറത്ത് തൂവെണ്ണിലാവ് രാമച്ചക്കൂട നിവർത്തി, നിൻ കണ്ണിൽ കൊളുത്തി വെക്കാൻ വെൺതാരകം വെള്ളോട്ടിൻ വിളക്കൊരുക്കി, ഞാവൽ പൂമരങ്ങൾ മാറിൽ നാണം പൊതിഞ്ഞൊരുക്കി, കാണാത്തേൻ മൊഴികൾ കാറ്റിൽ ഈണം മൊഴിഞ്ഞുണർത്തി, ആതിരാ കുന്നിലെ സന്ധ്യയല്ലേ കാരിളം ചുണ്ടിലെ ചുവപ്പു തന്നു, കോടിപ്പാവും പീലിപ്പൂവും വാങ്ങാൻ നീ വരില്ലേ. ആയി ആയി മഞ്ഞിൻ മുത്തെടുത്ത്
ഞാൻ കേട്ടതില്ല നീ പാടും വസന്തരാഗം. രാവേറെ കഴിഞ്ഞതല്ലേ നെഞ്ചിലെ രാപ്പാടി ഉറങ്ങിയില്ലേ. മേലെ പൂവരമ്പിൽ ആരോ മാമ്പൂ വളക്കിലുക്കി. ഏതോരാ കടമ്പിൻ കൊമ്പിൽ മാനം മഴ കുടഞ്ഞു. ചാമരം വീശുവാൻ വന്ന കാറ്റേ എന്റെ ഈ മുത്തിനെ മുത്തിടല്ലേ. മാരിക്കാറിൻ തേരിൽ പോരാൻ എന്റെ നീ വരില്ലേ. ആയ് ആയ് മഞ്ഞ് മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട് വന്നുവോ നിലാപ്പൂക്കാലം. തങ്കത്തോടയിട്ട് തിങ്കൾ പൊട്ടു തൊട്ട് നിന്നുവോ മുളം കാടോരം. രാത്രിയിൽ പൊതിഞ്ഞ പൊന്നിനാ വാർമുടിച്ചുരുൾമെടഞ്ഞിടാ. മെല്ലെ മെല്ലെ ഞാൻ ഉമ്മ വെക്കവേ മെയ്യുലഞ്ഞുവോ താഴം പൂവേ. മഞ്ഞ് മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട് വന്നുവോ നിലാപ്പൂക്കാലം. വെരി നൈസ്, വെരി നൈസ്. ഗുഡ് 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 ഗുഡ്. മക്കളെ പാൽക്കുട്സ്, എന്തോ സാർ? ഈ പാട്ടിന്റെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അത് ഞാൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് ചേതന സ്റ്റുഡിയോയിലാണ്. ഇവരൊക്കെ വായിച്ചത് മാർട്ടിൻ സ്റ്റുഡിയോ മരട്. ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ വയലൻസ് വായിച്ചിരിക്കുന്നത്. ഞാനും ചിത്രമായിട്ട് പാടിയ പാട്ടാണ്. ഒരു ഡിവറ്റ് ആകുമ്പം ഡെഫിനറ്റ്ലി മോന് പ്രയാസം വരും കുറച്ച് സ്ഥലങ്ങൾ. പക്ഷെ ഇതിനകത്ത് എപ്പോഴും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ശ്രുതി വന്നിട്ടാവും ആ ഋത വന്നിട്ട് കണ്ടോ. മഞ്ഞിൻ മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട് വന്നുവോ നിലപ്പൂക്കാലം. തങ്കത്തോടയിട്ട് തിങ്കൾ പൊട്ടുതൊട്ടു തിന്നുവോ മുളം കാടോരം. രാത്രിയിൽ പൊതിഞ്ഞ പൊന്നിനായി വാർമുടിച്ചുരുൾമെനഞ്ഞിടാം. അങ്ങനെ ഈ ഗ്രൂവ് ആണ് മോൻ മിസ് ചെയ്തത്. മോൻ പാടിയപ്പോഴത്തേക്ക് മഞ്ഞിൻ മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട് എന്ന് പ്ലെയിനായിട്ട് പാടിപ്പോയി. പക്ഷെ ഇതുണ്ടെങ്കിൽ ഈ ഗ്രൂവിൽ മോൻ ഒന്ന് പാടിക്കുക. ഇപ്പം അങ്കിള് പാടിയതോ എന്ന് പറയും. മഞ്ഞിൻ മുത്തെടുത്ത് കാതിൽ കമ്മലിട്ട് വന്നുവോ നിലാപ്പൂക്കാലം. തങ്കത്തോടയിട്ട് തിങ്കൾ പൊട്ടു തൊട്ട് നിന്നുവോ മുളം കാടോരം. രാത്രിയിൽ പൊതിഞ്ഞ പൊന്നിനാ വാർമുടിച്ചുരുൾമെടഞ്ഞിടാ. മെല്ലെ മെല്ലെ ഞാൻ ഉമ്മ വെക്കവേ മെയ്യുലഞ്ഞുവോ താഴം പൂവേ. അവിടെയുണ്ട് താഴം പൂവേ. മെയ്യുലഞ്ഞുവോ താഴം പൂവേ. അവിടെ ഒരു ഇതാണ് താഴം പൂവേ. അതിനെല്ലാത്തിനും ഓരോ സ്ട്രെസ് കൊടുക്കണം. അപ്പോഴാണ് ഈ പാട്ട് ഇതുമായിട്ടൊരു നമുക്കൊരു ഡാൻസ് കളിക്കാനുള്ളൊരു ഫീൽ വരുന്നത്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ പൂമരങ്ങൾ മാറിൽ എന്നുള്ള സംഗതി. പിന്നെ നേരത്തൊരുങ്ങിയിട്ടും അവിടെ പിന്നെ നീ പാടും വസന്തരാഗം രാവേറെ കഴിഞ്ഞില്ലേ. പിന്നെ 2 ഗ്ലൂമും. ഞാൻ വേഗം പറഞ്ഞങ്ങ് തീർത്താ. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ, ഓ പാലുണ്ണി എന്തോ നല്ല രസമുള്ള പാട്ടാണ്. എനിക്ക് കുറേ ഇഷ്ടമാണ് ഈ പാട്ട്. കാര്യം ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു എന്ന് കിടക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണെങ്കിലും അതിനൊന്ന് നമ്മൾ ഒന്ന് ആടിപ്പോവും. ആ വിധത്തിലൊരു ട്രിപ്ലെറ്റിൽ അത് കിടക്കുന്ന ആ സ്വിങ് ഫീലുള്ളത് ബ്യൂട്ടിഫുൾ. അതുപോലെ നമ്മുടെ ടോപ്പ് ബാൻഡ് അടിച്ചു പൊളിച്ചു. അതെ, പറയേണ്ട കാര്യമില്ല. അവർ ഫൈസലും കൊള്ളക്കാരും ബ്യൂട്ടിഫുൾ, അസാധ്യം. അണ്ണാ, എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ട് എപ്പം മുതൽ കേൾക്കുന്നത്, അപ്പോൾ അത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് പെട്ടെന്ന് ഈ പാട്ട് കേട്ടാൽ ഒരിക്കലും MG രാധാകൃഷ്ണൻ സാറാണ് ഇതിന് മ്യൂസിക് എന്ന് പറയത്തില്ല. കാര്യം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തു. MG ശ്രീകുമാർ എന്നിട്ടു. അണ്ണന്റെ കൈയാണല്ലേ ഇതിന്റെ പിറകിൽ ഇത് ചെയ്തത് ഞാൻ തന്നെ. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ ഒരു കാര്യം രാധാകൃഷ്ണൻ ചേട്ടന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അതിൽ നിന്ന് അദ്ദേഹം ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റായികയല്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അണ്ണാ കൊള്ളാം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് 2-3 ട്യൂൺ എനിക്കും കൂടെ ഉണ്ടാക്കിത്താ. ഇത് അണ്ണാച്ചിയുടെ പോലെ ഇരിക്കുന്നില്ല. സൂപ്പർ അണ്ണാ, സൂപ്പർ, ബ്യൂട്ടിഫുൾ. അസാധ്യമായിട്ടുണ്ട്. അപ്പൊ അണ്ണാച്ചിക്ക് പ്രത്യേക മക്കളെ ഉഗ്രായിട്ട് പാടി കേട്ടോ. ഈ പറഞ്ഞ ഒരു ഐറ്റമാണ്
നമുക്കിപ്പോൾ എം ജി അങ്കിൾ പറയുമ്പോൾ അത് കുറേയും കൂടെ അത് ആ ഗ്രൂവ് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അസാദിന് മോൻ നന്നായിട്ട് തന്നെ പാടി, എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് തന്നെ പാടി. പക്ഷെ ആ ഗ്രൂവ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീരി എന്ന് പറയുമ്പോൾ ആ ഒരു തുള്ളൽ നമുക്ക് മിസ് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ. മക്കൾ ശരിയായിക്കോണം, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് തന്നെ നീ പാടി. പക്ഷേ ഈ തുള്ളൽ വേണം മക്കളെ. അത് ആ പാട്ട് ഡിമാൻഡ് ചെയ്യുന്നു, ആ ട്യൂൺ ഡിമാൻഡ് ചെയ്യുന്നതാണ് അണ്ണൻ പറഞ്ഞ ആ ഗ്രൂവിൽ. അല്ല, ഷാജി കൈലാസ് ആണ് ഈ പാട്ട് തന്നെ. ചേട്ടൻ എന്നെ അനുവദിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പം ഷാജി കൈലാസിന് ഷോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഈ രീതിയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം ചെയ്തത്. ഞാൻ ഷാജി കൈലാസിന്റെ കാര്യം പറയുമ്പോൾ അതും കൂടെ പറയാം. ഇതേ ഷാജി കൈലാസിനാണ് ഞാൻ 11/8 ഒരു പാട്ട് ചെയ്ത് ഓക്കെ ആക്കിച്ചത്. അത് വേറെ കാര്യം കേട്ടോ. ശ്രീ പാർവതി പാഹി മാം ശങ്കരി ശ്രീമംഗലകാരിണി പാഹി മാം ഗൗരി ദീപങ്ങൾ ചൂഴും ശ്രീപാദം തേടുന്നേ നീയരുളുക സായുജ്യം പുരിഹിമശൈലജ ശ്രീ പാർവതി പാഹി മാം ശങ്കരി ശ്രീമംഗലകാരിണി പാഹി മാം ഗൗരി. ഇത് താളം കേട്ടോ, അത് മനസ്സിൽ വെച്ചോ. ഇതൊരു 11/8 11 അക്ഷരം സന്തതാളങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് 11/8 കേട്ടോ. ഷാജി കൈലാസിന് ഞങ്ങളെ വക ഒരു വലിയ ഹായ്. ഹായ്. കാരണം ഉടനെ അടുത്ത പടമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. മറക്കല്ലേ. മഹിപാൽകുട്ടാ, എന്തോ സാർ? എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ് അത്. ഈ കേട്ട നാള് മുതൽ എനിക്കറിയാതെ ഇത് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത പോലെ അല്ലല്ലോ ഈ പാട്ടിരിക്കണേന്ന് ഞാൻ അന്ന് പോലെ ആലോചിക്കണതാണ്. അപ്പം ഇപ്പോഴാണ് സംഭവത്തിന്റെ കഥ, അതിന്റെ ഹിസ്റ്ററി എന്താണ് മനസ്സിലായത്. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഞാൻ പല രഹസ്യങ്ങളും പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ മഹിപാൽകുട്ട, എനിക്കും തോന്നിയത് അതാണ്. ആ കുറച്ചൊന്ന് അത് കറക്റ്റായിട്ട് ആ ഗ്രൂവിൽ കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു മോൻ കുറച്ചൊന്ന് ബോഡി മൂവ്മെന്റ് ഒക്കെ കൊടുത്ത് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് നന്നായേനേന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ റിതം എങ്ങനെയാണ് പോകുന്നത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ച് വേണം പാടാനായിട്ട്. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം എന്തായാലും ഒരു 4 ലൈൻ പാടിത്തരാം കേട്ടോ. കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെല്ലുനേരം. കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെല്ലുനേരം. കറുകനാമ്പും കവിത മൂളും ഹരിതഭൂവിൻ മൃദുലഗാനം. മഹിപാൽ, എന്തോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ വോയിസ് ബ്രേക്കിംഗ് ആ സമയമാണ് മോണ്ട്. അപ്പോൾ കുറച്ച് ഈ ഹൈ നോട്ട്സ് ഒക്കെ ചിലപ്പോൾ കിട്ടുന്നില്ല അല്ലേ? ആ ഒറിജിനൽ ശ്രുതിയിൽ നിന്ന് താഴെയാണ് പാടുന്നത് അല്ലേ? എന്നാലും കിട്ടുന്നില്ല. ഇല്ല. അപ്പോൾ നമുക്കത് ഇതെന്ത് ചെയ്യാം? ഇത് യു ഹാവ് ടു മാനേജ് ഇറ്റ് അല്ലേ? ഇപ്പോൾ ഒരു ഗ്രൂവ് ഉള്ള പാട്ട്, ഇത് ഗ്രൂവ് അല്ലേ? ഇത് നമ്മൾ മൈൻഡിൽ എങ്ങനെ കൺസീവ് ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവർ ഗ്രൂവിൽ ടൈറ്റായിട്ട് പാടുന്നു, അത് ആറ്റിറ്റ്യൂഡ് വേണമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് അപ്പോൾ മഞ്ഞിൻ, അപ്പോൾ നമ്മൾ ആ വാക്കുകൾ പറയുമല്ലേ, അത് മഞ്ഞിൻ പറഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. മഞ്ഞിൻ തത്തതി മഞ്ഞിൻ ആ ഒരു കട്ട് വരുന്നില്ലേ? മുത്തെടുത്ത് ആ സെയിം ഒരു കട്ടോട് നമ്മൾ വാക്കുകൾ പറയുമ്പോൾ തന്നെ അതാണ് നമ്മൾ ക്ലിപ്പ് ദ വേർഡ്സ് എന്ന് പറയും, ഇത് ടെക്നിക്കലി പറയുമ്പോൾ. അപ്പോൾ അത് വേണമെങ്കിൽ ഈ വാക്ക് പറയുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് പിക്കപ്പ് ചെയ്യാൻ ഈസിയാണ്. മനസ്സിലായല്ലേ? രാജാ സാർ ഒരുപാട് ഈ റിതമിൽ പാട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഒരു പാട്ട് മോനക്ക് വേണ്ടി പാടിത്തരാം. ഞാൻ ക്ലിപ്പ് ചെയ്യുന്നുണ്ടോന്നൊന്ന് നോക്കണേ. ஆத்தாடியம்மாடி தென் முட்டுதான் கூத்தாட தூரல்கள் நீர் விட்டுதான். ஆத்தாடியம்மாடி தென் முட்டுதான் கூத்தாட கூரல்கள் நீர் விட்டுதான். உருகுதோ
மருகுதோ குழந்தை மனமும் குறும்பு தனமும் இனிமயம் கொடியிலே அரும்புதான் குளிரும் மழையில் நனையும் பொழுது சொல்லம்மா வெட்கத்திலே ஏதேது உண்டாச்சு எண்ணத்திலே சொல்லம்மா வெட்கத்திலே ஏதேது ഉണ്ടാച്ചു പക്കത്തിലെ സെയിം ആറ്റിറ്റ്യൂഡ് അല്ലേ? അണ്ണൻ എന്തിനാണ് ഈ ഗ്രൂ ഇട്ടത്? അതല്ലേ ഇത്ര പ്രശ്നമായത്. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ഉള്ളടക്കത്തിൽ ശ്രീകുട്ടൻ ചേട്ടൻ തന്നെ ഒരു പാടിയ പാട്ട് ഒരു പാട്ട് അതൊന്ന് പാടണ്ട. മായാത്ത മാരിവില്ലിതാ ആയിരം വസന്തമിങ്ങിതാ ആകാശമണ്ഡലങ്ങളിൽ നീഹാരമാലയൂർന്നിതാ പൂഞ്ചോരയിൽ കുരുന്നു ചങ്ങാലികൾ പാടുമീ വേളയിൽ ശ്യാമലാവണ്യമാ താലവൃന്ദങ്ങൾ മുത്തമഞ്ഞിതാ മായാത്ത മാരിവില്ലിതാ ആയിരം വസന്തമിങ്ങിതാ ആകാശമണ്ഡലങ്ങളിൽ നീഹാരമാലയൂർന്നിതാ പൂഞ്ചോലയിൽ കുരുന്നു ചങ്ങാലികൾ പാടുമീ വേളയിൽ ശ്യാമലാവണ്യമാ താലവൃന്ദങ്ങൾ മുത്തണിഞ്ഞിതാ. തീർന്നു. സാബാഷ്. പാൽമോനെ, എന്തോ ഇന്ന് പാടിയത് വെച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു ചെറിയ ഡിസ്കഷൻ ഇതിനിടെ നടത്തി. അപ്പോൾ ഒരു 97 വരെ എത്തുന്നുള്ളൂ. അപ്പോൾ അടുത്ത പാട്ട് വരുമ്പോഴത്തേക്ക് എന്താണോ ആരാണോ പാടിയിരിക്കുന്നത്, എന്താണോ അവർ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ, അതുപോലെ തന്നെ അതെന്ത് താളം, ആ താളത്തിൽ എങ്ങനെയാണ് പാടിയിരിക്കുന്നത് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ആടിയൊരു ഷാജി പൂക്കുറ്റി. മഹിക്കുട്ട, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുറുമ്പുകൂട്ടിൽ നിന്നും ഒരു മിടുക്കി പാട്ടുകാരി എത്താൻ പോവാണ് നമ്മുടെ ഭദ്രക്കുട്ടി. വെൽക്കം ഭദ്ര ഓൺ സ്റ്റേജ്. അച്ചോ ഇത് നോക്ക്. അച്ചോടാ പത്തു എന്തോ അയ്യോ, എന്താ വേഷം? മക്കൾക്ക് നിക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നില്ല ഇവിടെ. മക്കളെ ഒപ്പനപ്പാട്ടാ. ഒപ്പനപ്പാട്ട്. മക്കൾക്ക് 14 രാവുദിച്ചത് മനത്തോ കല്ലായി കടവത്തോ. എവിടാ ഞാൻ കറഞ്ഞൂടാ മക്കളെ, സത്യം. കണ്ണാടിയല്ല കല്ലായി കടവത്തോ. ഞാൻ ഒന്നും അതെ, പറഞ്ഞു. മൈക്ക് നേരെ പിടിക്കൂ. മക്കളെ ഉത്സവ പറമ്പിൽ നിൽക്കുന്ന ആനയെ പോലെ ഇങ്ങനെ അതെ, കാലാട്ടി ആനയെ പോലെ. കൊണ്ട് അതെ, അതെ, അതെ. എനിക്ക് ഭയങ്കര ദേഷ്യം. കണ്ണാടിയല്ല, ഒരു ഇത് ഒരു സഞ്ചി ഇട്ടോണ്ട് കൊണ്ടുവന്ന പാടി കഴിയുമ്പോൾ വേറൊന്നുമില്ലേ പറയാൻ? കുഞ്ഞു സഞ്ചിയിൽ ഇത്ര വലിയ ആളെ എങ്ങനെ പൊക്കിക്കൊണ്ടു ആകപ്പാടെ 12 കിലോ ഉണ്ട്. ഇവരെ കൊണ്ട് തോറ്റല്ലോ. സത്യത്തിൽ പോക്കറ്റിലിടാനേ ഉള്ളൂ. പിന്നെ സഞ്ചി അതൊക്കെ നിക്കട്ടെ അവിടെ. എന്താ മോള് പറയാൻ ഉദ്ദേശിച്ചു? പറയും. സിനിമ മരം, മ്യൂസിക് ദേവരാജ മാഷ്, ആയിക്കോട്ടെ. ദേ വീണ്ടും ആനയെ പോലെ കാണിക്കും. വരികള് യൂസഫലി കേച്ചേരി സാർ, പാടിയത് ദാസങ്ങള്. ഈ അനുചേച്ചിയെ കണ്ടോ? ഒന്നും പറയാനില്ലേ അനുചേച്ചിയോട്? ഹലോ മക്കളെ, മക്കളെ കണ്ണുകൊണ്ടാണോ പാടുന്നത്? ഒരു ചേഞ്ചിന് ചിരിച്ചു കണ്ട് എന്തൊരു ചിരി. കണ്ണും കൊണ്ടോ ആരെങ്കിലും കണ്ണും കൊണ്ട് പാടുവോ? ആ പാടും. ശരചേട്ടൻ പാടും. ഞാൻ പാടും. കണ്ണും കണ്ണും കൊള്ളയടിത്ത കാതലെன்று അർത്ഥം. പാട്ട് പാടുന്നതല്ലേ? അതില് കണ്ണും കണ്ണും കേട്ടല്ലേ? കണ്ണും കണ്ണും മധുങ്ങളും പാടുന്നില്ല. കണ്ടോ കണ്ണില്ല. തമ്മിൽ തമ്മിൽ അതുകൊണ്ടുള്ള അങ്ങനെ കണ്ണും കണ്ണും തമ്മിൽ കണ്ണുകൾ കൈമാറും അനുരാഗമേ. കേട്ടിട്ടില്ലേ? ഇത് പാട്ടല്ലേ? അതെ. കണ്ണുകൾ തമ്മിൽ സംസാരിക്കും, പാടും. അപ്പൊ മോളൊരു കാര്യം ചെയ്യും, കണ്ണുകൊണ്ടങ്ങ് പാടിക്കും. ആ, പല്ലവി വാവുകൊണ്ട് പാടിക്കും, അനുപല്ലവി കണ്ണുകൊണ്ട് പാടിക്കും, ചരണം മൂക്കുകൊണ്ട് പാടിക്കും. നല്ലതാ. കഴിഞ്ഞില്ലേ? പിന്നെ ചുണ്ടു പല്ലവി വീണ്ടും കാത് കൊണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം പാടിക്കും. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദ ഓൾ ദ ബെസ്റ്റ്. രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ.
ഉഗ്രനായിരുന്നു, ഉഗ്രനായിട്ട് പാടിട്ടോ. കാസറി മോളെ അതെ, കാസറി. കസറി. മോളുകുട്ടി എന്തോ കാലക്ക് കേട്ടോ, ആക്ഷൻസ് ഒക്കെ സൂപ്പർ. എന്താ പറയുന്നേ, വിരലിട്ട് ആട്ടിക്കളഞ്ഞില്ലേ എപ്പോ ഇപ്പോ? വേറെ ടാട്ട് കളിക്കൊന്നുമില്ല, ഇങ്ങനെ കാണിച്ചോളൂ. അല്ലല്ല തീരാനാ. പിന്നെ നോ 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 എന്നാ കാണിച്ചത് അതെ മക്കളെ. ആ അതെ, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല. പാടില്ല, പാടില്ല മക്കളെ. അങ്ങനെ 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 കാണിച്ചത്. മൈക്കണ്ണിൽ കവിത മയിലാട്ടം കണ്ടിട്ടോ എന്ന് പറഞ്ഞ് അതെ, ഇങ്ങനെ അതെന്താ പൊത്തി. അത്? മൈ കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ. അതൊക്കെ ശരിയാ. സൂപ്പറായിരുന്നു, ആ സൂപ്പറായിരുന്നു. കറക്റ്റ് മയിലിങ്ങനെ അതെ മയില ആടുന്ന പോലെ ഉണ്ടായിരുന്നു. ശരിയാട്ടോ, സത്യം. ഓ ശരിയാ, ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. മക്കളെ ചക്കരെ, ആ സംഗതികൾക്കെല്ലാം എന്തൊരു ആക്ഷൻ ആയിരുന്നു. അതെ. ഞങ്ങൾ അത് കാണിച്ചപ്പോ മോക്കത് കാണിക്കാൻ ഒരു ചമ്മല്, അപ്പൊ കൈയെടുത്ത് അത് ഇല്ലാതായപ്പോ ആ സംഗതി വലിഞ്ഞും പോയി. താളത്തിൽ നിന്ന് കുറച്ച് വലിഞ്ഞ് ഇപ്പുറത്തെ കണ്ടെത്തി വന്ന് വീണു കേട്ടോ. അത് കുഴപ്പമില്ല, പക്ഷെ എങ്കിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ആ ഡാൻസ് എന്തോ ഒരു രസമായിരുന്നു. അതെ, 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 അതെ. എന്റെ ദൈവമേ. എന്തൊരു ഹൈപ്പിച്ചാ ചേട്ടാ. ഒന്നും പറയണ്ട, തൊണ്ട ഒട്ടും. അതെ, വളരെ ഹൈപ്പിച്ചല്ലേ പറയണേ അല്ലേ? മക്കളെ നന്നായിട്ട് ചെയ്തു. ഇത് സേഫ് ഐ ലവ് യു മുത്തേ. ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു മതി മതി മക്കളെ, നെഞ്ച് നിറഞ്ഞ് മതി. എനിക്ക് വേണം, പ്ലീസ് വെയിറ്റ്. ലവ് യു 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 അയ്യോ, ശരത്തേട്ടാ. ലവ് യു ഇത് ആർക്കാ ഇത്? എനിക്ക് ലവ് യു ലവ് യു ലവ് യു ലവ് യു ഭദ്രക്കുട്ടി. ലവ് യു. എന്തോ ഓക്കെ. മതി. എന്താ എനിക്ക് എന്താ പറ്റിയേ? ഭദ്രക്കുട്ടി എന്തോ നല്ല മാച്ചിങ്, നല്ലതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഈ വേഷം ഭദ്രക്കുട്ടിക്ക്. ആ ഒറിജിനൽ പോലെ ഉണ്ട് ശരിക്കും, നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ട്ടാ. പാട്ടാണെങ്കിലോ അതിഗംഭീരം, താങ്ക് യു വളരെ നന്നായിട്ട് പാടി, താങ്ക് യു അസലായിട്ട് പാടി താങ്ക് യു ട്ടാ. താങ്ക് യു. തത്തമ്മ ചുണ്ടു ചുവന്നത് തളര വിറ്റില തന്നിട്ടോ, പിന്നെ മാരനൊരാൾ തേനിൽ മുക്കി. അതെന്ത് ഇവിടെ താളം പിടിച്ചേ? അത് താളം പിടിച്ചല്ല, ഡാൻസിന്റെ സ്റ്റെപ്പ് ആയിരുന്നു. Dance step കുറച്ച് ആയിരുന്നു. ഇങ്ങനെ വെക്കും, കുറച്ച് അതെ, കുറച്ച് ഇങ്ങനെ നേരം, ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ. ആ, അതെ അതെനിക്ക് മനസ്സിലായില്ല. ആയിരുന്നല്ലേ? സ്റ്റെപ്പായിരുന്നോ? അതെ, ഞാൻ വിചാരിച്ചു തേൻ പോക്കറ്റില്ലാന്ന്. ആ സ്റ്റെപ്പ് എങ്ങനെയാ, അതെങ്ങനെയാ? താനതെന്ത അതെ. താനിന്നോ താനിന്നെ താനെന്ത താനിന്നോ. ആ, അത് ശരി, ഇത് അതായിരുന്നു. സ്റ്റെപ്പായിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മതങ്ങൾ അവിടെ മാത്രം എന്താ താളം പിടിക്കുന്നത്? അതെ, അവിടെ മാത്രം. നമ്മൾ പാട്ടിൽ ഇങ്ങനെ കൈ കൊട്ടുവല്ലേ, അതെ, അതെ, കയ്യിലൊരു കയ്യിൽ മൈക്കോ, പകരമായിട്ട് ഞാനിങ്ങനെ ആ ഒരു കയ്യിൽ മൈക്കുള്ളോണ്ടാണോ? അതെ. ഓ അത് ശരി, She അങ്ങനെ. is very sensible. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ടോ, അസലായിരുന്നു. ഇതെന്താ നാണം? ആ മോതിരം നോക്കൂ, please, അടിപൊളി അത് മോതിരാണല്ലോ. നോക്കൂ. ആ ഉഗ്രൻ, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. നല്ല മോതിരം, നല്ല മോതിരം. താങ്ക് യു. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഭദ്രു, എന്തോ അടിപൊളി പാട്ടാണ്. താങ്ക് യു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ഷൻസും പിന്നെ മിടുമിടുക്കിയായിട്ട് പാടിയല്ലോ. ആ മുറ്റത്തോ ആ സംഗതിയൊക്കെ ആരാണ് പഠിപ്പിച്ചു തന്നത്? ആ സംഗതി താങ്ക് യു. നോട്ട് അച്ഛനും ഗ്രൂമിംഗ് അങ്കിളും കൂടി പഠിപ്പിച്ചു തരാം. ആണല്ലേ? അതാരാ ഗ്രൂമംഗിള്? ഗ്രൂമിംഗ് അങ്കിൾ ആരാ? ഗ്രൂമിംഗ് അങ്കിൾ ആരാ? ഗ്രൂമിങ് ചെയ്യണ അങ്കിള് അങ്കിളുടെ പേരെന്താ? പേരെന്താ? സനു അങ്കിള്. അത് പറഞ്ഞാ പോരെ? ധനുപങ്കിള് പെർഫെക്റ്റ് ആയിട്ട് പാടി കേട്ടോ, കറക്റ്റ് ആയിട്ട് പിടിച്ച് പാടി. അപ്പൊ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. ഓൾ ദി ബെസ്റ്റ്, ഇങ്ങനെ തന്നെ പാടണം. ബൈ. ബൈ. ബൈ, ഗുഡ് നൈറ്റ്. പല്ലിന് കേടുണ്ടോ? പല്ലിന് കേടുണ്ടോന്നോ? ആരുടെ? എംജങ്ങളുണ്ടോ ഇങ്ങനെ അല്ല മക്കളെ, അത് ഇന്ന് പലചാക്കാൻ മറന്നു പോയതാ. മക്കളെ മക്കൾക്ക് ഞാൻ ഇന്ന് തരാമോ? ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ കോപ്പി ചെയ്യ്. Okay, da-da. എല്ലാ പല്ലും കണ്ടില്ലേ? എല്ലാ പല്ലും കണ്ടില്ലേ? ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. സംഗീതത്തിന്റെ കുഞ്ഞു ചെപ്പ് തുറന്നു വന്ന പാട്ടിന്റെ പൊൻകുരുന്നുകളുടെ പ്രിയ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ കൃഷ്ണക്കുട്ടി. വെൽക്കം കൃഷ്ണ ഓൺ സ്റ്റേജ്. ഹലോ. അസാധ്യം, കൃഷ്ണൻകുട്ടിയെ കാണാൻ ഒരു നിവൃത്തിയില്ല. അതെ അതെ അതെ, ബ്യൂട്ടിഫുൾ മോളെ. ആളങ്ങ് മാറിയല്ലോ. ഒരു വെറൈറ്റി അതെ, അല്ലേ? വെറൈറ്റി ലുക്ക്. ഇപ്പൊ കണ്ടിട്ട് ഏതോ ഒരു ഹിന്ദിയിലുള്ള തമന്നയാണോ? ഓ, ഓ, ഓ. അതോ രാഷ്മിക മന്ദനയോ?
അതാരാ രശ്മിക രശ്മിക അതാ രണ്ടുപേരും അപ് ടു ഡേറ്റ് ആണ് ഹീറോയിന്റെ കാര്യത്തിൽ. വെരി ഗുഡ്. അല്ല അവിടെ ഒരു ചെറിയ കാര്യം കിട്ടിയപ്പോ അല്ല, അതുകൊണ്ടാണ് പേര് മാറിപ്പോയത് എനിക്ക്. എന്തോന്ന് മനു, വെരി ബാഡ്. രശ്മിക മന്ദന. ഓൾവേസ് ഓക്കെ. മനഃപൂർവ്വം അല്ല ചേർത്തിട്ട് മനഃപൂർവ്വം പേര് മാറ്റി പറഞ്ഞതാണ്. എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ഞാൻ അറിയുന്നത്. എന്തൊക്കെയാലും മോളെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. Thank you, sir. മക്കളെ ഏത് പാട്ടാ പാടുന്നത്? അല്ലികളിൽ അഴകലയോ. പ്രജ, എം ജി രാധാകൃഷ്ണൻ, എം ഡി രാജേന്ദ്രൻ, പിന്നെ പ്രജ സിനിമ ഇത്രയല്ലേ ഉള്ളൂ. ഏത് വർഷം? 2001. ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു പടമുണ്ട് രാവണപ്രഭു. ആ അതിനകത്ത് ജയേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്, കേട്ടുണ്ടോ? അറിയാതെ അറിയാതെ ഈ തരരരാരര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 
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
അടിപൊളി അടിപൊളി ഉഗ്രൻ ഉഗ്രൻ സൂപ്പർ മോളെ സൂപ്പർ സൂപ്പർ. കൃഷ്ണു ലവ് യു കൃഷ്ണു. താങ്ക് യു മാം. കിഷ എന്താ സാർ? അസലായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. എനിക്ക് എവിടോ ഒരു ചെറിയൊരു ഇത് തോന്നി, ചെല്ലമണി താഴ്വരകൾ ചിരിക്കുന്ന ശ്രുതി, അതെ, ഇത് ചെറുതായിട്ടൊരു സംഭവം എനിക്ക് തോന്നി. ശകലം. പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തൂടെ കളഞ്ഞേര്. നന്നായിരുന്നു മോളെ. കാരണം ഇത് മോള് പല സ്ഥലങ്ങളിലും പല എക്സ്പ്രഷൻസ് ഉള്ളത് അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. ലാസ്റ്റിലുള്ള അസാധ്യമായിരുന്നു കേട്ടോ. Thank you, sir. എൻഡിങ് പാടിയത് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേട്ടാണ്. വേറൊന്നും ഞാൻ പറയുന്നില്ല, നിർത്തുക. അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മദന മധുവർഷമോ. മോള് ടേക്കിൽ പാടിയപ്പോ അസലായിരുന്നു. അസലായിട്ട് പാടി. കുറച്ചുകൂടെ ബ്രത്ത് നീട്ടി കിട്ടിയായിരുന്നു. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നന്നായിരുന്നു. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സാർ. അസാധ്യമായിട്ട് പല ഏരിയയും കേട്ടിട്ട് നമുക്ക് രോമാഞ്ചം കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലായിരുന്നു കേട്ടോ. അത്ര ഉഗ്രമായിട്ട് പാടി. പ്രത്യേകിച്ച് ആ നിർത്തുന്നതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. ഈ ഒരു എന്താ ഒരു കണ്ണ് കിട്ടാൻ വേണ്ടിയാണ് ആ ചെല്ലമണി അവിടെ വന്നത്. വേണ്ടായിരുന്നു ആ ലൈൻ അവിടെ കേട്ടോ. അത് കുഴപ്പമില്ല, മനുഷ്യരല്ലേ. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എണീറ്റല്ലേ ഞങ്ങൾ അങ്ങ് വന്നേനെ. ഞങ്ങള് മോളിൽ തന്നെ അവിടെ വന്ന് മോളെ പൊക്കി എടുത്ത് ഇവിടെ കാണുന്നേ. ഈ ഹിന്ദി ഷോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇനി ഇതിൽ ചവിട്ടി കയറി നിന്ന് എന്നിട്ട് തലയെ കൈ വെച്ചിട്ട് അയ്യോ എന്തോ ഇത്, എന്നിട്ട് വാ പൊത്തിയിട്ട് പറഞ്ഞു അല്ല, എന്തോ പാടുന്നൊക്കെ. അതായത് പല്ല് തേക്കാത്തോണ്ട് നിങ്ങൾ മക്കളെ എന്തൊക്കെയായാലും മനോഹരമായിട്ട് പാടി മക്കളെ. നല്ല പാട്ട് മോള് സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. ഐ ലവ് യു. ലവ് യു ടു സാർ. താങ്ക് യുടാ. കൃഷ്ണക്കുട്ടി എന്താ സാർ? അടിപൊളിയായിട്ട് പാടി. Thank എനിക്ക് you, sir. വളരെ ഇഷ്ടപ്പെട്ടു. കൃഷ്ണു, എന്താ മാം? ഞാൻ ഇനി കൃഷ്ണുവിനെ കുട്ടി ചിത്രമെന്ന് വിളിക്കാൻ പോകുന്നു. അത്രത്തോളം അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. വാക്കുകൾ അത്ര സ്പഷ്ടമായിട്ട് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും വാക്കുകൾ പറയുന്നു. പിന്നെ ആ കട്ടിങ് എത്ര ഒരു പ്രൊഫഷണൽ പെർഫോമൻസ് ആണ് ഇത്. ഇപ്പൊ തന്നെ മോളിനെ റെക്കോർഡിംഗ് തിയേറ്ററിൽ കൊണ്ടുപോയി അങ്ങനെ പാടിപ്പിക്കാം. അത്ര ഒരു കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു കേട്ടോ താങ്ക് കൃഷ്ണ. യു മാം. അമേസിംഗ് പെർഫോമൻസ്, മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആണ് കേട്ടോ. Thank you, ma'am. മോളിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം തീർച്ചയായിട്ടും. അതാണ് എന്റെ വിഷ് കേട്ടോ. ഞാൻ എന്തെങ്കിലും പാടിത്തരട്ടെ. തങ്കനിലാവിനെ അണിന്തവാ തങ്കനിലാവിനെ അണിന്തവാ ആടുகிறேன் போனோ நயாதுலையா ஓ ஓ நம சிவாய സാബാഷ്. അപ്പൊ കിഷ, വി ആർ ഗിവിംഗ് യു ഫുൾ മാർക്സ്, 100 out of 100. താങ്ക് യു സാർ. കൺഗ്രാറ്റുലേഷൻസ്. ആടി ഒരു കിഷൻ കുട്ടി പൂക്കുറ്റി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ. അങ്ങനെ ഇന്നത്തെ അതിമനോഹരമായിട്ടുള്ള എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.